വേൾഡ് വിത്തസിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ ടോപ്പ് 10 വേൾഡ് റാപ്പിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട 10 അന്താരാഷ്ട്ര വാർത്തകൾ വളരെ പെട്ടെന്ന് നോക്കുകയാണ് നമ്മൾ. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് അത് ദക്ഷിണ കൊറിയയിൽ നിന്നാണ്. ദക്ഷിണ കൊറിയയിൽ പ്രസിഡന്റ് യൂൺ സൂക്ക് യോളാണ് പട്ടാള ഭരണം പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വടക്കൻ കൊറിയക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു നടപടി. ജനം തെരുവിൽ ഇറങ്ങുകയും പാർലമെന്റ് അടിയന്തരമായി ചേർന്ന് പട്ടാള ഭരണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും മറ്റു നിവൃത്തികളൊന്നുമില്ലാതെ പട്ടാള നിയമം പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നു. ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിക്ക് പോലും ഇക്കാര്യത്തിൽ പ്രസിഡന്റിനൊപ്പം നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പട്ടാള ഭരണത്തിൻ്റെ ആയുസ് 6 മണിക്കൂറിൽ ഒതുങ്ങി. പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള നീക്കം നടന്നുവെങ്കിലും അത് പരാജയപ്പെട്ടു. രണ്ടാമത്തെ വാർത്ത അത് അമേരിക്ക യുക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ അയക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നാറ്റോയുടെ പല രാജ്യങ്ങളും യുക്രൈനിലേക്ക് വീണ്ടും ആയുധങ്ങൾ അയക്കുകയാണ്, റഷ്യയെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആയുധ വ്യാപാരം വീണ്ടും തുടരുകയാണ് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ വാർത്ത അത് അമേരിക്കയിലാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ഒറിഗോൺ അതിർത്തിക്ക് അടുത്താണ് ഭൂചലനം ഉണ്ടായത്. 7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. അത് സാൻ ഫ്രാൻസിസ്കോ വരെ ആ ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് അവിടെ നിന്ന് വാർത്തകൾ വന്നത്. നാലാമത്തെ വാർത്ത നോക്കാം. അയർലൻഡിലെ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വന്നത്. അയർലൻഡിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഫിനാഫാൾ, ഫിനഗൽ എന്നീ പാർട്ടികൾ വീണ്ടും സഖ്യത്തിൽ ഏർപ്പെട്ട് ഭരണം പിടിക്കാവുന്ന തരത്തിലാണ് അവിടെ നിന്ന് ഫലങ്ങൾ വരുന്നത്. അഞ്ചാമത്തെ വാർത്ത നോക്കാം. അത് ഗിനിയയിൽ ഫുട്ബോളിനിടെ 56 മരണമെന്ന ദുരന്ത വാർത്തയാണ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ രാജ്യമാണ് ഗിനിയ. നമുക്കറിയാം അവിടെ ഫുട്ബോൾ മത്സരത്തിനിടയിൽ തർക്കമുണ്ടാകുന്നു, ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. ഈ ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 56 പേർ കൊല്ലപ്പെടുന്നത്. മരിച്ചവരിൽ ഒട്ടേറെ കുട്ടികളാണ്. രക്ഷപ്പെടാനായി മൈതാനത്തിൻ്റെ ഉയർന്ന മതിലിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. അടുത്ത വാർത്ത ജോർജിയയിൽ നിന്നാണ്. ജോർജിയയിൽ ഭരണപ്രതിസന്ധി ഉണ്ടാകുന്നു. അതിനുള്ള കാരണം ജോർജിയയിൽ പുതുതായി അധികാരമേറ്റ സർക്കാർ റഷ്യൻ അനുകൂല സർക്കാരാണ്. യൂറോപ്യൻ യൂണിയനിൽ ചേരുന്നതിനെ ഈ സർക്കാർ എതിർക്കുന്നു. അങ്ങനെ EUവിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ ഇതിനുവേണ്ടി പ്രക്ഷോഭത്തിലിറങ്ങുമ്പോഴാണ് അത് ഭരണപ്രതിസന്ധിയായി മാറുന്നത്. അടുത്തത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിൽ ട്രംപ് പുതിയ ആളുകൾ നിയമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ FBI ഡയറക്ടറായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അമേരിക്കയിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ്. അടുത്ത ഡയറക്ടറായി ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ എത്തുന്നു. ട്രംപ് നാമനിർദ്ദേശം ചെയ്യുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIAയുടെ തലപ്പത്ത് കാഷ് പട്ടേൽ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. അതിന് പകരമാണ് ഈ പുതിയ നിയമനം നടക്കുന്നത്. എട്ടാമത്തേത് ജസ്റ്റിൻ ട്രൂഡോ, കനേഡിയൻ പ്രധാനമന്ത്രി, ട്രംപിനെ കണ്ടു എന്നുള്ളതാണ്. അതിനുള്ളൊരു കാരണമുണ്ട്. ട്രംപ് അധികാരത്തിൽ എത്തുന്നതോടുകൂടി കാനഡക്കും മെക്സിക്കോക്കും കടുത്ത നികുതി ചുമത്തും എന്നുള്ളൊരു പ്രചാരണം നടക്കുന്നു. ആ ഭീഷണിക്കിടെയാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ട്രംപിനെ കണ്ടത്. കാനഡയുടെ കയറ്റുമതിയുടെ 75% അമേരിക്കയിലേക്കാണ് എന്ന പ്രത്യേകത ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി 9ാമത്തേത് ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ബിറ്റ്കോയിന് വലിയ കുതിപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ലോകത്തെ ഏറ്റവും ജനപ്രിയമായ ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ എന്ന് നമുക്കറിയാം. അതിൻ്റെ വിലയിലാണ് കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നത്. ബിറ്റ്കോയിന് $1,00,000 വരെ എത്തിയതോടുകൂടി ആ മേഖലയിൽ വലിയ ആവേശമാണ് ഉണ്ടായിരിക്കുന്നത്. ട്രംപ് വീണ്ടും അധികാരത്തിലേറാൻ പോകുന്നു, ട്രംപ് ബിറ്റ്കോയിനെ പ്രോത്സാഹിപ്പിക്കും എന്ന വാർത്തയാണ് ഈ ഒരു മുന്നേറ്റത്തിന് പിന്നിലുള്ള കാരണം എന്നാണ് ചിലർ പറയുന്നത്. ഏതായിരുന്നാലും അതിൻ്റെ ക്രെഡിറ്റ് ട്രംപ് ഏറ്റെടുക്കുന്നതും നമ്മൾ കാണുന്നു. ഇനി അവസാനത്തെ വാർത്ത, 10ാമത്തെ വാർത്ത, അത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ്. നാസയുടെ തലപ്പത്ത് ജെയഡ് ഐസക്മാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ശതകോടീശ്വരൻ, പൈലറ്റ്, ബഹിരാകാശ യാത്രികൻ, ഇതെല്ലാമാണ് നാസയുടെ പുതിയ മേധാവിയായി ട്രംപ് പ്രഖ്യാപിച്ച ജെയഡ് ഐസക്മാൻ ഉള്ളത്. 16ാമത്തെ വയസ്സിൽ ഹൈസ്കൂൾ പഠനം ഉപേക്ഷിച്ച ഒരു വ്യക്തി പിന്നാലെ സംരംഭകനാകുന്നു. അദ്ദേഹമാണിപ്പോൾ ട്രംപിൻ്റെ വേറിട്ട തെരഞ്ഞെടുപ്പിൽ നാസയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ ലോകവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.